ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. വികസിത ഇന്ത്യയുടെ പ്രയാണം വേഗത്തിലാക്കാൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിൽ 4900 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് സർക്കാരുകളുടെ ഭരണകാലത്ത് ഡൽഹിയിൽ നിന്ന് 1 രൂപ അനുവദിക്കുമ്പോൾ 15 പൈസ മാത്രമാണ് യഥാർത്ഥ ഗുണഭോക്താക്കളിൽ എത്തിയിരുന്നത്. നേരത്തെയായിരുന്നുവെങ്കിൽ വിവിധ പദ്ധതികളിലായി ഇന്ന് വിതരണം ചെയ്ത 21,000 കോടി രൂപയിൽ 18,000 കോടി രൂപയും മധ്യവർത്തികൾ കൊള്ളയടിച്ചേനെയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വിദർഭ പാക്കേജിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഭരണകാലത്ത് അനുവദിച്ച ഫണ്ടുകളെല്ലാം ഇടനിലക്കാർ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുസ്ലിം കോൺഫറൻസ് ജമ്മു ആൻഡ് കാശ്മീർ സുംജി വിഭാഗത്തെയും മുസ്ലിം കോൺഫറൻസ് ജമ്മു ആൻഡ് കാശ്മീർ ഭട്ട് വിഭാഗത്തെയും നിയമവിരുദ്ധ സംഘടനകളായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് പുറത്തിറക്കി. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ ഈ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. രാജ്യത്ത് ഭീകരവാദം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പാർട്ടി കേന്ദ്ര നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ സുരക്ഷിതമെന്നും ചർച്ചകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചായിരുന്നുവെന്നും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പിന്നീട് വാർത്താലേഖകരോട് പറഞ്ഞു. നേരത്തെ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് നിയമസഭ BJP MLA-മാരുടെ അഭാവത്തിൽ പാസാക്കിയിരുന്നു. സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പ്രകടന കലാരംഗത്തെ 6 പ്രമുഖരെ ഫെല്ലോകളായി തെരഞ്ഞെടുത്തു. 2022-2023 വർഷങ്ങളിലെ അക്കാദമി പുരസ്കാരങ്ങൾ 92 കലാകാരന്മാർക്ക് ലഭിക്കും. കഥകളി വിഭാഗത്തിൽ മാർഗി വിജയകുമാർ, കർണാടക സംഗീത വിഭാഗത്തിൽ ബോംബെ ജയശ്രീ, മോഹിനിയാട്ടത്തിൽ പല്ലവി കൃഷ്ണൻ എന്നിവർക്ക് പുരസ്കാരം. ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനായി 80 യുവ കലാകാരന്മാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. പുരസ്കാരങ്ങൾ രാഷ്ട്രപതി പ്രത്യേക ചടങ്ങിൽ വിതരണം ചെയ്യും. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ജില്ലയിൽ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. ചൽദാൻ മഹാരാജിന്റെ ദർശന പൂജയിൽ പങ്കെടുക്കാൻ പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനം ജൂൺ 5 മുതൽ 7 വരെ കേരള നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ചേരും. സഭയിൽ അംഗത്വത്തിനു താൽപര്യമുള്ള പ്രവാസി കേരളീയർക്ക് മാർച്ച് 4 മുതൽ അപേക്ഷ നൽകാവുന്നതാണെന്ന് ലോക കേരള സഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. വിദേശത്തും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ളവർക്കും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്കും അപേക്ഷിക്കാം. ലോക കേരള സഭയുടെയും നോർക്ക റൂട്ട്സിന്റെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ മുഖേന അപേക്ഷ നൽകാവുന്നതാണ്. കൺസ്യൂമർ ഫെഡ് നീതി മെഡിക്കൽ സ്കീം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഈ മാസം 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി നൂതന പദ്ധതികളുടെ പ്രഖ്യാപനം, ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം, നീതി മെഡിക്കൽസ് നടപ്പാക്കുന്ന പുതിയ സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം എന്നിവയും നടക്കും. പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട മൌണ്ട് സിയോൺ ലോ കോളേജ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിലെ 1-ാം പ്രതി ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. CPM ഏരിയ കമ്മിറ്റി അംഗവും DYFI പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറിയുമാണ് ജെയ്സൺ ജോസഫ്. വിദ്യാർത്ഥിയെ പുറത്താക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഇടുക്കി സർക്കാർ മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം അവലോകനം ചെയ്യുന്നതിന് മന്ത്രിമാരായ വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നടന്ന യോഗത്തിൽ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. വിദേശികളടക്കം കേരളത്തിന് പുറത്തുനിന്നെത്തുന്നവരുടെ ആയുർവേദ ചികിത്സയ്ക്കായി സംസ്ഥാനത്ത് പ്രത്യേക വെൽനസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൌകര്യ വികസനവും പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളീയരായ യുവ നർത്തകരെ പങ്കെടുപ്പിച്ച് മാർച്ച് 18 മുതൽ 22 വരെ തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ ചിലങ്ക ശാസ്ത്രീയ നൃത്തോത്സവം സംഘടിപ്പിക്കുന്നു. മോഹിനിയാട്ടം, കേരള നടനം, ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക്, ഒഡിസി, മണിപ്പൂരി, നങ്ങ്യാർകൂത്ത് എന്നിവ അവതരിപ്പിക്കാൻ താൽപര്യമുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് മാർച്ച് 5-നകം അപേക്ഷിക്കാം. സംസ്ഥാനത്തിനകത്തും പുറത്തും പ്രധാന വേദികളിൽ നൃത്തം അവതരിപ്പിച്ച നർത്തകർ, പുരസ്കാര ജേതാക്കൾ, ഗ്രേഡ് ആർട്ടിസ്റ്റുകൾ തുടങ്ങിയവർക്കാണ് മുൻഗണന. കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭാരത് മാതാ കോളേജ് കളക്ട്രേറ്റ് റീച്ചും ഇൻഫോ പാർക്ക് ഇരുമ്പനം പുതിയ റോഡ് റീച്ചും 4 വരിയാക്കാൻ തീരുമാനം. മന്ത്രിമാരായ P. രാജീവ്, K. രാജൻ, PA മുഹമ്മദ് റിയാസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്.
സന്തോഷ് ട്രോഫിയിൽ ആതിഥേയരായ അരുണാചലിനെ കീഴടക്കി ക്വാർട്ടർ പ്രതീക്ഷ സജീവമാക്കി കേരളം. ജയത്തോടെ ഗ്രൂപ്പ് എയിൽ 4 കളിയിൽ നിന്ന് 7 പോയിന്റോടെ അസമിനെ പിന്തള്ളി കേരളം 3ാം സ്ഥാനത്തെത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.